എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ഉപഗ്രഹ വിത്തുൽപാദന കൃഷി പ്രവർത്തനങ്ങളിലേക്ക് സ്വാഗതം. ദേശീയ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ കൊച്ചി ആസ്ഥാനമായുള്ള CMFRയുടെ കീഴിലാണ് KVK പ്രവർത്തിക്കുന്നത്. കാർഷിക മേഖലയിലെ ജൈവ കൃഷി, മൃഗസംരക്ഷണം, മത്സ്യകൃഷി, കാർഷിക മൂല്യവർദ്ധനം തുടങ്ങി വിത്തുൽപാദനം മുതൽ വിതരണം വരെയുള്ള സമഗ്ര മേഖലയിലും KVKയുടെ കയ്യൊപ്പുണ്ട്. കർഷക പങ്കാളിത്തത്തോടുകൂടിയുള്ള പച്ചക്കറി, കരിമീൻ, ഉപഗ്രഹ വിത്തുൽപാദന രീതികളെക്കുറിച്ച് നമുക്ക് ഈ എപ്പിസോഡിൽ കാണാം. കൃഷി വിജ്ഞാൻ കേന്ദ്ര എറണാകുളത്തിന്റെ നൂതന കൃഷി സമ്പ്രദായ പരമ്പരയിൽ ശ്രദ്ധേയമാണ് ഉപഗ്രഹ പച്ചക്കറി തൈ ഉൽപാദനവും കരിമീൻ കുഞ്ഞുങ്ങളുടെ ഉൽപാദനവും. സ്ഥലപരിമിതിയും തൈകൾക്കും വിത്തുകൾക്കും വർദ്ധിച്ചു വരുന്ന ആവശ്യകത, ഗുണമേന്മയുള്ള വിത്തുകളുടെ ദൗർലഭ്യം, കർഷക പങ്കാളിത്തത്തിൽ അധിഷ്ഠിതമായ വിത്തുൽപാദനം എന്നിവയാണ് ഉപഗ്രഹ വിത്തുൽപാദന രീതികൾക്ക് തുടക്കം കുറിച്ചത്. വർഷത്തെ ശാസ്ത്രീയ കൃഷി പരിശീലനത്തിൽ ഉരുത്തിരിഞ്ഞ ഈ ആശയം പള്ളുരുത്തിയിലെ കോട്ടയിലങ്കി ഹൌസിലെ വിഭിന്ന ശേഷിയുള്ള അന്തേവാസികളുമായി ചേർന്ന് അവരുടെ മാനസികവും കായികവുമായ കഴിവുകളെ യഥാവിധി പ്രയോജനപ്പെടുത്തിയപ്പോൾ തൈകളുടെ ഉൽപാദനത്തിൽ ഒരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായി. ഇവിടുത്തെ അന്തേവാസികളിൽ ഏറെയും അല്പം വൈകല്യവും എന്നാൽ വ്യത്യസ്ത കഴിവുകളുള്ള യുവാക്കളും പ്രായമേറിയവരുമാണ്. കാഴ്ചയിൽ കൃഷി പഠിപ്പിക്കുന്നത് അസാധ്യമെന്ന് തോന്നാമെങ്കിലും ഒരു വട്ടം കാണിച്ചു കൊടുക്കുമ്പോൾ അവർ അത് ഏറ്റു ചെയ്യുന്നു. ഇവർക്ക് വേണ്ട പരിശീലനവും നിർദ്ദേശങ്ങളും ഫാമേഴ്സ് ഫീൽഡ് സ്കൂൾ വഴി KVK യഥാവിധി നൽകി വരുന്നു. വെറും 25 ദിവസത്തെ പരിശീലനം കൊണ്ട് പച്ചക്കറി തൈ ഉൽപാദനത്തിന്റെ വിവിധ വശങ്ങൾ സ്വായത്തമാക്കുകയും ഉപഗ്രഹ തൈ ഉൽപാദന കേന്ദ്രമായി ഈ സംരംഭത്തെ വളർത്തിയെടുക്കുന്നതിനും ഇവർക്ക് സാധിച്ചു. ഹോർട്ടികൾച്ചറൽ മിഷന്റെ ധനസഹായത്തോടെ തയ്യാറാക്കിയ പോളി ഹൌസിലാണ് തൈ ഉൽപാദനം നടത്തുന്നത്. 98 അറകളുള്ള പ്രോ ട്രേകളിലാണ് തൈകൾ നടുന്നത്. കമ്പോസ്റ്റാക്കിയ ചകിരിച്ചോർ, ഉണക്കിയ ബയോഗ്യാസ് സ്ലറി, ട്രൈക്കോഡർമ മുതലായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിറയ്ക്കുവാനുള്ള മാധ്യമം ഒരുക്കുന്നത്. പശുക്കളുടെ ഒരു ഗോശാലയുള്ളത് കാരണം ചാണകം, ബയോസ്ലറി എന്നിവ സുലഭമായി ലഭിക്കുന്നു. ആഴ്ചയിൽ ഒരിക്കൽ തൈകൾക്ക് 19:19:19 എന്ന ക്രമത്തിൽ തളിക്കുന്ന വളത്തെ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് ഇലകളിൽ സ്പ്രേ ചെയ്യുന്നു. എറണാകുളം KVKയുടെ നേതൃത്വത്തിൽ ഫാമേഴ്സ് സ്കൂളിൻ്റെ ഒരു ആശയവുമായിട്ട് KVK ഞങ്ങളെ സമീപിച്ചപ്പോഴത്തേക്കും അത് ചെയ്തു നോക്കാനുള്ള ഒരു സന്മനസ്സോടുകൂടി ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫും ഇവിടുത്തെ അന്തേവാസികളുടെ പരിശ്രമിക്കുകയുണ്ടായി. ഈ കൃഷിയിൽ ഈ അന്തേവാസികളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഈ സ്ഥാപനത്തിൽ വിഭിന്ന ശേഷിയുള്ള കുട്ടികളാണ്. അവർക്ക് ബുദ്ധിപരമായിട്ടും ശാരീരികമായിട്ടുള്ള വെല്ലുവിളികൾ ഒരുപാടുള്ള അന്തേവാസികളാണ്. ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ തന്നെ 40-ഓളം അന്തേവാസികൾ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൈത്തൊഴിൽ എന്ന നിലയിലാണ് ഞങ്ങളിത് ഇവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അത് വളരെ വിജയകരമായിട്ടുണ്ട്. അപ്പോൾ അത് ഇതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല മേഖലയിലേക്കും ഇത് വ്യാപിപ്പിക്കുകയാണെങ്കിൽ അതൊരു വളരെ സഹായമായ ഒരു കാര്യമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യക്തിപരമായിട്ട് ഓരോ വ്യക്തികളെ ഞങ്ങൾ പഠിച്ചിട്ട് അവരുടെ കഴിവുകൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ ട്രേ നിറക്കുന്നതായിരിക്കും, ഒരാളിന് സീഡ് ഇടുന്നതായിരിക്കും, ഒരാളിന് നനക്കാനുള്ള കഴിവായിരിക്കും, ഒരാളിന് അത് എടുത്തുകൊണ്ടുപോയി മറ്റൊരു സ്ഥലത്തേക്ക് വെക്കാനുള്ള കഴിവുകളായിരിക്കും. ആ കഴിവുകൾ അത് ഡിവൈഡ് ചെയ്ത് അവരിൽ നിന്ന് മനസ്സിലാക്കി അവർക്ക് അനുയോജ്യമായ രീതിയിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മേൽനോട്ടം. പോളി ഹൌസിനടുത്തായി ഒരു റെയിൻ ഷെൽട്ടർ ഹൌസും പ്രവർത്തിക്കുന്നുണ്ട്.
വിത്തുൽപാദനം കൂടാതെ വാഴയും മറ്റു പച്ചക്കറികളും ഇവിടെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കറിവേപ്പിലയിൽ അമിതമായ കീടനാശിനി കണ്ടുവരുന്ന സാഹചര്യത്തിൽ KVK വിജയവാഡയിലെ കറിവേപ്പില കൃഷിക്കാരുമായി നേരിട്ട് ബന്ധപ്പെട്ട് ഗുണമേന്മയുള്ള വിത്തുകൾ വാങ്ങി ഉപഗ്രഹ നഴ്സറികളിൽ വളർത്തി പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്തു വരുന്നു. പച്ചക്കറി തൈ ഉൽപ്പാദനത്തിൽ നടത്തിയ ഒരു പ്രോഗ്രാമിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇവിടെ ഈ ഇങ്ങനൊരു പങ്കാളിത്ത തൈ ഉൽപ്പാദന കേന്ദ്രം എന്നുള്ള ആശയം ഇവിടെ ഉരുത്തിരിഞ്ഞത്. അന്ന് കൃഷി വിജ്ഞാന കേന്ദ്രം 2014-15 നവംബർ 1 തൊട്ട് 25 വരെ നടത്തിയ ഫാമേഴ്സ് ഫീൽഡ് സ്കൂളിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും അല്പസ്വല്പം വൈകല്യമുള്ള ആൾക്കാരെ പുനരുദ്ധരിപ്പിക്കുന്ന ഒരു കേന്ദ്രമായി കൊത്തലങ്കോ ഹൗസിൽ വെച്ച് ഈ പ്രോഗ്രാം നടത്താൻ ഇടയായി. ഈ 25 ദിവസം നടന്ന പരിപാടിയിൽ ഇവിടുത്തെ ആൾക്കാരെല്ലാം ഇൻവോൾവ് ചെയ്ത് പച്ചക്കറി തൈ ഉൽപ്പാദനത്തിൻ്റെ എല്ലാ ആദ്യം തൊട്ട് വിത്ത് ശേഖരണം മുതൽ മീഡിയ പ്രിപ്പറേഷന് അങ്ങനെ തൈ ഉൽപ്പാദനത്തിൻ്റെ എല്ലാ വശങ്ങളും അവർ സ്വായത്തമാക്കിയ ശേഷം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച ഈ സീഡ്ലിങ്സ് നന്നായിട്ട് വന്നു എന്ന് കണ്ട് നമുക്ക് ബോധ്യമായതിനു ശേഷം ഒരു 6 മാസക്കാലം അവിടെ നിരീക്ഷണത്തിനായിട്ട് ഇവിടെ പല ആക്ടിവിറ്റീസ് ഇവിടെ നടത്തുകയുണ്ടായി. തൈ ഉൽപ്പാദനത്തിന് അനുബന്ധിച്ചുള്ള ആക്ടിവിറ്റീസ് നടത്തുകയുണ്ടായി. അതും നന്നായി എന്ന് കണ്ട സ്ഥിതിക്ക് നമ്മൾ കൃഷി വിജ്ഞാന കേന്ദ്രം ഇവിടെ ഒരു പങ്കാളിത്ത തൈ ഉൽപ്പാദനം കർഷക പങ്കാളിത്തത്തോടുകൂടിയുള്ള ഒരു തൈ ഉൽപ്പാദന കേന്ദ്രമായിട്ട് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ KVKയുടെ തന്നെ ഒരു സാറ്റലൈറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റായിട്ട് ഈ കൊത്തലങ്കോ ഹൗസിലുള്ള ഈ യൂണിറ്റിനെ നമ്മൾ ആക്കിയിരിക്കുകയാണ്. ഈ സാറ്റലൈറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ടെക്നോളജി, നമ്മളുടെ ഗൈഡൻസ് അനുസരിച്ച് ഉള്ള തൈകൾ, പച്ചക്കറി തൈകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതിന് ശേഷം ഈ തൈകൾ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെയും CMFRയുടെ അറ്റിക്കിൻ്റെയും ആയിട്ടുള്ള സെയിൽസ് കൗണ്ടറിൽ ഈ തൈകളുടെ വിപണന മേളകളിൽ കൂടെയും ഒക്കെ നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മുഖ്യമായിട്ടും ഇവിടെ പച്ചക്കറികളിലെ ക്യാബേജ്, കോളിഫ്ലവർ, തക്കാളി, വഴുതന, മുളക്, ചീര, വെണ്ട, പയർ, അതുപോലെ തന്നെ കറിവേപ്പ് മുതലായവയാണ് ഇവിടെ കൂടുതലായിട്ട് കറിവേപ്പ്, പിന്നെ അതുപോലെ മുരിങ്ങ എന്നീ തൈകളാണ് ഇവിടെ കൂടുതലായിട്ട് ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചെടികൾക്ക് വെള്ളം സ്പ്രേ ചെയ്യുക, ഗ്രോ ബാഗുകളിലും പ്രോ ട്രേകളിലും മാധ്യമം നിറയ്ക്കുക, ട്രേയിൽ വിത്തുകൾ സസൂക്ഷ്മം നിക്ഷേപിക്കുക, ട്രേകളും ഗ്രോ ബാഗുകളും സ്വയം ചുമന്ന് വിപണനത്തിനായി വാഹനത്തിൽ കയറ്റുക തുടങ്ങിയുള്ള പ്രവൃത്തികൾ ഒത്തൊരുമയും സന്തോഷവും അന്തേവാസികളിൽ നിഴൽ വിരിക്കുന്നത് കാണാം. പ്രയത്നിച്ചുണ്ടാക്കുന്ന കൃഷിയെ പരിപാലിക്കുന്നതിലും അവർ ഒട്ടും പിറകിലല്ല. പാട്ടും കളിയുമായി ആ പാവപ്പെട്ട മനുഷ്യർ കൃഷിക്കാരുടെ വേഷമണിയുമ്പോൾ, അവരുടെ മാൻ പവർ സമൂഹ നന്മയ്ക്കായി വിനിയോഗിക്കുമ്പോൾ, കൃഷിയിലേക്കുള്ള വിഭിന്ന ശേഷിയുള്ള കുറെ നവകർഷകരുടെ പ്രയാണം വ്യത്യസ്ത കാർഷിക ദിശകൾ തേടുകയാവാം. പച്ചക്കറി തൈ ഉൽപാദനം പോലെ വിജയകരമായി നടത്തിവരുന്ന മറ്റൊരു KVK സംരംഭമാണ് എഗ്രോ പ്ലസ് സുറൈറ്റൻ സീസ് എന്ന ശാസ്ത്രീയ നാമമുള്ള കരിമീൻ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ. കവികളുടെ കൗതുകമായി മാറിയ കരിമീൻ മത്സ്യവിഭവങ്ങൾക്കൊപ്പം വിലയേറിയ ഭക്ഷ്യവസ്തുവാണ്. കൂടുതൽ പേർ കരിമീൻ കച്ചവട രംഗത്ത് വന്നു തുടങ്ങിയതോടെ ഗുണമേന്മയുള്ള കരിമീൻ കുഞ്ഞുങ്ങളെ ആവശ്യത്തിന് കിട്ടാണ്ടായി. പക്ഷേ ഉപഗ്രഹ വിത്തുൽപാദന രീതി പ്രകാരം KVK അനുവർത്തിച്ചു വരുന്ന ശാസ്ത്രീയ പാഠങ്ങൾ കൂടുതൽ മത്സ്യ കർഷകർക്കും സംഘങ്ങൾക്കും പങ്കാളിത്തം നൽകി അവരുടെ കൃഷിയിടങ്ങളിൽ നിന്നും ഗുണമേന്മയുള്ള കരിമീൻ കുഞ്ഞുങ്ങളെ വളർത്തി ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാൻ സാധിക്കുന്നു. ഗുണമേന്മയുള്ള കരിമീൻ വിത്തുൽപാദനം എന്ന ഒരു സംരംഭം വ്യാപകമാക്കുന്നതിന് കർഷകരുമായി സംയോജിച്ച് ഉള്ള ഒരു വിത്തുൽപാദന രീതി വികസിപ്പിക്കുന്നതിൻ്റെ ആവശ്യകത ഏറെയാണ്. ഈ സാഹചര്യത്തിലാണ് ഉപഗ്രഹ രീതിയിൽ കരിമീൻ വിത്തുൽപാദനം എന്ന ഒരു സംരംഭവുമായിട്ട് KVK മുന്നോട്ട് വന്നതും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. കുമ്പളങ്ങിയിലെ കരിമീൻ കർഷകനായ CV ഷിബുവിന് കരിമീൻ വിത്തുൽപാദനവും കുഞ്ഞുങ്ങളെ വളർത്തലും ലാഭമുള്ള തൊഴിലായി കരുതുന്നു. എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രയുടെ ഉപഗ്രഹ വിത്തുൽപാദന പദ്ധതി പ്രകാരം
എൻ്റെ 40 സെൻറ്റ് സ്ഥലത്ത് കരിമീൻ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റ് ഞാൻ തുടങ്ങി. കരിമീൻ കുഞ്ഞിനെ വാങ്ങുന്നതിന് നിരവധി ആൾക്കാർ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു സീസണിൽ ഒരു 2 ലക്ഷം കുഞ്ഞ് വരെ എനിക്ക് എൻ്റെ ഇതൊന്ന് വിൽക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ കുഞ്ഞ് 2.5 സെൻറ്റിമീറ്ററുള്ള കുഞ്ഞിന് 8 രൂപ നിരക്കിലാണ് ഞാൻ കൊടുക്കുന്നത്. അതിൽ വലുതായി കഴിഞ്ഞാൽ 3-3.5 ആകുമ്പോൾ 10 രൂപയാകും. അങ്ങനെ വലിപ്പം അനുസരിച്ച് എനിക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നിന്ന് കിട്ടാത്ത കുഞ്ഞുങ്ങൾ ഇതിൽ വലുതായി അങ്ങനെ വലിയ കരിമീനെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഇതിൻ്റെ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. കരിമീൻ വിത്തുൽപാദനം നടത്തുന്നതിന് അനുയോജ്യമായ മാസങ്ങൾ ഫെബ്രുവരി മുതൽ മെയ് വരെയും ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുമാണ്. ശുദ്ധജലത്തിലും ഓരോ ജലാശയങ്ങളിലും ഒരുപോലെ വളരാൻ കഴിവുള്ള കരിമീൻ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് 30 മുതൽ 1 ഏക്കർ വരെ വലിപ്പമുള്ള കുളങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആഴം 3 മുതൽ 5 അടി വരെ ആകാം. കരിമീൻ വിത്തുൽപാദനം നടത്തുന്നതിന് മുമ്പ് കുളങ്ങൾ വറ്റിച്ച് ഉണക്കി എല്ലാ കളമത്സ്യങ്ങളെയും മുട്ടകളെയും കുഞ്ഞുങ്ങളെയും സസ്യങ്ങളെയും പൂർണ്ണമായി നശിപ്പിക്കണം. ജൈവ കളമത്സ്യ നിർമ്മാർജ്ജനത്തിനായി നീർവളക്കുരു, മഹുവ പിണ്ണാക്ക്, ടീ സീഡ് കേക്ക് എന്നിവയാണ് ഉപയോഗിച്ചു വരുന്നത്. ഇത്തരത്തിൽ വറ്റിച്ചുണക്കിയ കുളങ്ങളിൽ 2 മുതൽ 3 ദിവസം കൊണ്ട് വെള്ളം കയറ്റി കുളം നിറയ്ക്കാവുന്നതാണ്. വെള്ളത്തിന്റെ ശാസ്ത്രീയ പരിചരണങ്ങൾക്കു ശേഷം 12 മുതൽ 14 സെന്റിമീറ്റർ നീളവും 80 മുതൽ 160 ഗ്രാം വലിപ്പവുമുള്ള കരിമീൻ മത്സ്യങ്ങളെ തള്ള മത്സ്യമായി ഇറക്കിവിടേണ്ടതാണ്. കരിമീനുകൾ മുട്ടയിട്ട് പ്രത്യുൽപാദനം നടത്തുന്നതിനാൽ കുളങ്ങളിൽ മുട്ട ഒട്ടിച്ചു വയ്ക്കുന്നതിനായി മുള, മരക്കുറ്റി, ഓട്, മൺചട്ടികൾ എന്നിവ കുളത്തിന്റെ അരികുവശങ്ങളിലായി 1.5 മീറ്റർ അകലം വരത്തക്ക രീതിയിൽ കരയിൽ നിന്നും 1 മീറ്റർ അകലത്തിനുള്ളിൽ ചുറ്റും വയ്ക്കണം. തള്ള മത്സ്യങ്ങളെ ഇറക്കി വിട്ടുകഴിഞ്ഞ് 12 മണിക്കൂറിന് ശേഷം കൈത്തീറ്റയോ തിരുത്തീറ്റയോ കൊടുക്കാവുന്നതാണ്. കപ്പലണ്ടി പിണ്ണാക്ക്, തവിട്, മീൻപൊടി എന്നിവ 3:6:1 എന്ന അളവിൽ കലർത്തി ദിവസത്തിൽ 2 നേരം എന്ന ക്രമത്തിൽ തിളച്ച വെള്ളത്തിൽ കുഴച്ച് ഉരുളകളാക്കി കുളത്തിലെ വിവിധ വശത്ത് പാത്രങ്ങളിൽ വെച്ചുകൊടുക്കുന്നു. ഇത്തരത്തിൽ 1 മാസത്തെ പരിപാലനത്തിനുള്ളിൽ തന്നെ ഇവ മുട്ടയിടുന്നതിന് ആരംഭിക്കും. 1 മാസത്തെ പരിപാലനം കൊണ്ട് തന്നെ കരിമീൻ മത്സ്യങ്ങൾ മുട്ടയിടാൻ ആരംഭിക്കും. ഈ മത്സ്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുള്ള കുറ്റികളിൽ മുട്ട ഒട്ടിച്ചു വയ്ക്കും. ആദ്യമായിട്ട് ഒട്ടിച്ചു വയ്ക്കുമ്പോൾ ഈ മുട്ട മഞ്ഞ കളറായിരിക്കും. അതിനെ തുടർന്ന് 4 ദിവസം കൊണ്ടാണ് വിരിയുക. 4ാമത്തെ ദിവസം ആകുമ്പോൾ കറുത്ത കളറായി മാറും. കറുത്ത കളറായി പിറ്റേ ദിവസം തന്നെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് താഴെ വീഴും. ഇത്തരത്തിൽ താഴെ വീഴുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ കരിമീൻ മത്സ്യങ്ങൾ തന്നെ വായിലെടുത്ത് ചെറിയ കുഴികളിൽ നിക്ഷേപിച്ച് വയ്ക്കും. ഇങ്ങനെ 4 ദിവസത്തിന് ശേഷമാണ് ഇറ്റുങ്ങൾ സ്വന്തമായിട്ട് ഇത് വെള്ളത്തിൽ കൂടെ നടക്കാനും തീറ്റ എടുക്കാനും ആരംഭിക്കുന്നത്. ആദ്യമായിട്ട് ഇവ ജലത്തിൽ തന്നെ കാണുന്ന ജന്തുപ്ലവകങ്ങളെയാണ് തീറ്റയായിട്ട് കഴിക്കുന്നത്. ഇതിനെ തുടർന്ന് ഒരു 90 ദിവസത്തെ പരിപാലനം കൊണ്ടാണ് ഈ ചെറിയ കുഞ്ഞുങ്ങൾ ഒരു ജലവലിപ്പമായി നമുക്ക് വിപണനത്തിനുള്ള പാകമാകുന്നത്. ഒരു തള്ളക്കരിമീൻ ഏകദേശം 900 മുതൽ 1500 വരെയാണ് മുട്ടയിടുന്നതെങ്കിലും നമുക്ക് അവസാനം കുഞ്ഞുങ്ങളായി ലഭിക്കുമ്പോൾ ഏകദേശം 400 കുഞ്ഞുങ്ങളെയാണ് ഒരു തള്ളക്കരിമീൻ ജോഡിയിൽ നിന്ന് ലഭിക്കുക. ദൂരസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിൽ ഓക്സിജൻ നിറച്ച പോളിത്തീൻ കവറുകളിൽ പാക്ക് ചെയ്തു വേണം കുഞ്ഞുങ്ങളെ കൊണ്ടുപോകേണ്ടത്. ഉപഗ്രഹ വിത്തുൽപാദന കേന്ദ്രങ്ങൾ വഴി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി വിത്തുകളും കരിമീൻ കുഞ്ഞുങ്ങളും മറ്റ് കൃഷി സാധനങ്ങളും വിപണനം നടത്തുന്നതിന്റെ ഉത്തരവാദിത്വം CMFRIയിൽ പ്രവർത്തിക്കുന്ന ATIC KVK വിപണന കേന്ദ്രത്തിനാണ്. വിപണന മേളകൾ സംഘടിപ്പിക്കുകയും പത്രമാധ്യമങ്ങളിൽ പരസ്യം നൽകുകയും പച്ചക്കറി വിത്തുകളും കരിമീൻ കുഞ്ഞുങ്ങളെയും ആവശ്യക്കാർക്ക് വിതരണം ചെയ്തു വരുന്നു. കർഷകർക്ക് ഗുണമേന്മയുള്ള ജൈവ കൃഷിക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളോടൊപ്പം തന്നെ വീട്ടുവളർപ്പിലെ ജൈവ പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ 100 ദിവസത്തെ ഒരു ബ്രോഷറും കൂടി ലഭ്യമാക്കുന്നുണ്ട്. മിതമായ നിരക്കിലാണ് ഇത് കർഷകർക്ക് ലഭിക്കുന്നത്. കേരളത്തിൻ്റെ കാർഷിക മേഖല നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം നല്ല ഗുണമേന്മയുള്ള വിത്തുകളും മറ്റ് നടീൽ വസ്തുക്കളും സാധാരണ കർഷകർക്ക് കിട്ടാനില്ല.
എന്നാൽ ഒരു വശത്ത് നമ്മുടെ കാർഷിക സർവകലാശാലയും മറ്റ് ബന്ധപ്പെട്ട അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സർവകലാശാലകളും ഗവേഷണ കേന്ദ്രങ്ങളുമെല്ലാം ധാരാളം പുതിയ ഇനങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളും കീടരോഗ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളും എല്ലാം ധാരാളം പുറത്തിറക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും സാധാരണ കർഷകന് കിട്ടാനില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രധാന പ്രശ്നം. ഈ ഒരു സാഹചര്യത്തിലാണ് എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം ഇത്തരത്തിലുള്ള പുതിയ വിത്തിനങ്ങളെല്ലാം ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് കൊടുക്കണം എന്നുള്ള ഒരു ആശയവുമായിട്ട് വന്നത്. എന്നാൽ എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇത്തരം ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ സ്ഥലമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കർഷകരുടെ പങ്കാളിത്തത്തോടുകൂടി കർഷകരുടെ കൃഷിയിടങ്ങളിൽ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ ഞങ്ങൾ വിത്തുകളും മറ്റ് നടീൽ വസ്തുക്കളും അതുപോലെ തന്നെ മത്സ്യക്കുഞ്ഞുങ്ങളെയെല്ലാം ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം 3 വർഷം മുമ്പ് തുടങ്ങുകയുണ്ടായി. ഇതിനെ ഞങ്ങൾ പേരിട്ടത് ഉപഗ്രഹ വിത്തുൽപാദന യൂണിറ്റുകൾ എന്നുള്ളതാണ്, സാറ്റലൈറ്റ് സീഡ് പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ്. ഈ വിത്ത് ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള ഇൻപുട്സ് അല്ലെങ്കിൽ ഉൽപ്പാദനോപാധികൾ കൃഷി വിജ്ഞാന കേന്ദ്രം കൊടുക്കും. അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യയും ഗുണമേന്മ പരിശോധനയും കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സാങ്കേതിക വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ തന്നെ നിർവഹിക്കും. കർഷകർ ചെയ്യേണ്ടത് തിരഞ്ഞെടുത്ത കർഷകർ അവരുടെ സ്ഥലം കൊടുക്കുക, അവർ ഈ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സാങ്കേതിക വിദഗ്ധർ പറയുന്നത് പോലെ വിത്തുൽപാദനം നടത്തുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ പച്ചക്കറി വിത്തുകൾ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തി വരുന്നു. കറിവേപ്പ് തൈകൾ ഈ അടുത്ത കാലത്തായിട്ട് ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തി വന്നിട്ടുണ്ട്. അതുപോലെ കരിമീൻ കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനം, മുയൽ കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനം, ഇതെല്ലാം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ വിത്തുകൾക്ക് വിപണി ഒരു പ്രശ്നമല്ല. കാരണം ഇത് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ വിപണന കേന്ദ്രങ്ങൾ വഴി വിറ്റഴിക്കാവുന്നതാണ്. കർഷകർക്ക് അവരുടെ അധ്വാനത്തിൻ്റെ ഫലം തീർച്ചയായിട്ടും, കാരണം മാർക്കറ്റിംഗ് ഇല്ലാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകളെല്ലാം കൃഷി വിജ്ഞാന കേന്ദ്രം വാങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സാറ്റലൈറ്റ് സീഡ് പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് അഥവാ ഉപഗ്രഹ വിത്തുൽപാദന കേന്ദ്രങ്ങളുടെ ഒരു ഐഡിയ. കർഷക പങ്കാളിത്തത്തോടു കൂടിയുള്ള ഉപഗ്രഹ വിത്തുൽപാദന രഹസ്യങ്ങളും രീതികളും നിങ്ങൾക്ക് വേണ്ട അറിവുകൾ നൽകിയതായി കരുതുന്നു. ശേഷം വിശേഷങ്ങൾ അടുത്തതിൽ. ബൈ. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹൈടെക് കൃഷിയിൽ പരിശീലനം. കാട വളർത്തൽ പ്രോത്സാഹിപ്പിക്കാൻ അനശ്വര കാട വളർത്തൽ പദ്ധതി. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. കേരള കാർഷിക സർവകലാശാല ഹൈടെക് കൃഷിയിൽ പരിശീലനം നൽകുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ മണ്ണുത്തിയിലെ വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റിൽ നിന്നും ലഭിക്കും. വെറ്റിനറി മൃഗശാലയുടെ കീഴിൽ പാലക്കാടുള്ള കോളേജ് ഓഫ് ഏവിയൽ സയൻസ് ആൻഡ് മാനേജ്മെന്റ് ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി വീട്ടുമുറ്റത്ത് കാട വളർത്തൽ പ്രോത്സാഹിപ്പിക്കാൻ അനശ്വര കാട വളർത്തൽ പദ്ധതി നടപ്പിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 9446 096855.
വയനാട് വ്യവസായ കേന്ദ്രവുമായി ചേർന്ന് വെറ്റിനറി സർവകലാശാലയുടെ എന്റർപ്രണർഷിപ്പ് വിഭാഗം സംരംഭകത്വ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് കൽപ്പറ്റയിലെ ജില്ലാ വ്യവസായ കേന്ദ്ര ഓഫീസുമായി ബന്ധപ്പെടുക. തണുപ്പുകാലം ആരംഭിക്കുന്നതോടെ കറവ പശുക്കളിൽ പൂപ്പൽ ബാധയ്ക്ക് സാധ്യതയേറും. നിലക്കടല പിണ്ണാക്ക് ഇക്കാലത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. തീറ്റ 6-8 മണിക്കൂർ ഇടവിട്ട് വെയിലത്ത് ഉണക്കി നൽകണം. തീറ്റച്ചാക്ക് മരപ്പലകയ്ക്ക് മുകളിൽ ഭിത്തിയോട് ചേർത്ത് അടച്ച് സൂക്ഷിക്കണം. പൂപ്പലുള്ളതോ പഴകിയതോ ആയ തീറ്റ ഉപേക്ഷിക്കണം. രാജ്യത്ത് റബ്ബറിന്റെ വിലയിടിവ് തുടരുന്നു. കുറഞ്ഞ വിലയ്ക്ക് ഇന്തോനേഷ്യ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ടയർ കമ്പനികൾ റബ്ബർ ഇറക്കുമതി ചെയ്യുന്നതാണ് വിലയിടിവിന് കാരണം. ഇറക്കുമതി ചുങ്കം 25% ഉയർത്തിയിട്ടും വില വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നില്ല. പാരീസിൽ നടക്കുന്ന കാലാവസ്ഥ COP21 ഉച്ചകോടിയിൽ ഇന്ത്യ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് പ്രാധാന്യം നൽകുമെന്ന് പ്രധാനമന്ത്രി പ്രസ്താവിച്ചു. ക്ലീൻ എനർജി, സൗരോർജ്ജം എന്നിവയുടെ ഉൽപ്പാദനം, ഉപഭോഗം എന്നിവ പ്രോത്സാഹിപ്പിക്കും. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജ്, ദക്ഷിണ മേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം, സോയിൽ സയൻസ് വിഭാഗം എന്നിവർ സംയുക്തമായി ഡിസംബർ 5 ലോക മണ്ണു ദിനമായി ആചരിക്കുന്നു. വജ്ര ജൂബിലി ആഘോഷിക്കുന്ന വെള്ളായണി കാർഷിക കോളേജിലെ സെമിനാർ ഹാളിൽ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം 2015 ഡിസംബർ 5 കേരള വൈസ് ചാൻസലർ പ്രൊഫസർ P. രാജേന്ദ്രൻ നിർവഹിക്കും. ദക്ഷിണമേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ മണ്ണു പരിശോധന പദ്ധതി പ്രകാരം തിരഞ്ഞെടുത്ത 100 കർഷകർക്ക് അന്നേ ദിവസം സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്യും. ആരോഗ്യമുള്ള ജീവിതത്തിന് ആരോഗ്യമുള്ള മണ്ണ് എന്ന വിഷയത്തെക്കുറിച്ച് നടത്തിയ ഉപന്യാസ മത്സരത്തിൽ വെള്ളായണി കാർഷിക കോളേജിലെ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നിർവഹിക്കുന്നതാണ്. മണ്ണ് പരിവേക്ഷണ സംരക്ഷണ വകുപ്പും സംസ്ഥാന കൃഷി വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മണ്ണുദിന ആഘോഷ ചടങ്ങുകൾ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. മണ്ണ് ദിനാചരണത്തിന്റെ ഭാഗമായി കാർഷിക മേഖലയിലെ വിവിധ വകുപ്പുകൾ പങ്കെടുക്കുന്ന പ്രദർശനവും ചർച്ചയിൽ ഉണ്ടായിരിക്കും. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 10,000 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 10,900, തൃശൂർ 10,000. കൊപ്ര കൊച്ചി 6,780, കോഴിക്കോട് 7,200, തൃശൂർ 6,850. കുരുമുളക് അൺഗാർബിൾ 65,900, ഗാർബിൾ 68,900. ചുക്ക് മീഡിയം 19,000, ബെസ്റ്റ് 20,500. മഞ്ഞൾ സേലം 10,800, ഈറോഡ് 11,200. അടയ്ക്ക 24,500 25,500 മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 10,300, RSS 4ാം ഗ്രേഡ് 10,550. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 10,400, RSS 4ാം ഗ്രേഡ് 10,550. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 10,000 രൂപ, കൊപ്ര 6,780, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100, പിണ്ണാക്ക് റോട്ടറി 2,400. കുരുമുളക് അൺഗാർബിൾ 65,900, ഗാർബിൾ 68,900. ചുക്ക് മീഡിയം 19,500, ബെസ്റ്റ് 20,500. അടയ്ക്ക പുതിയത് 24,500 25,500 മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാം 200 240 മധ്യേ. തൊണ്ടില്ലാത്തത് 450 490 മധ്യേ. ജാതിപത്രി 650 900 മധ്യേ. ഗ്രാമ്പു 760. റബ്ബർ RSS 5ാം ഗ്രേഡ് 10,300, റബ്ബർ RSS 4ാം ഗ്രേഡ് 10,550, ഒട്ടുപാൽ 6,300, ലാറ്റക്സ് 7,500. കമ്പോള അവലോകനം. കാർഷിക മേഖലകളിൽ മഴ അനുഭവപ്പെട്ടതോടെ കുരുമുളക് വിൽപ്പന നടത്താൻ ഉൽപ്പാദകർ പല ഭാഗങ്ങളിലും തിടുക്കം കാണിച്ചു. കാലാവസ്ഥാ മാറ്റം മൂലം കുരുമുളകിൽ ജലാംശ തോത് ഉയർന്നു. 500 രൂപ കുറഞ്ഞ് 68,900 രൂപയിലാണ് ഗാർബിൾഡ് കുരുമുളക്. പത്തനംതിട്ട, കോട്ടയം ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ മുളക് വിപണിയിലെത്തി. തമിഴ്നാട്ടിലെ കനത്ത മഴ മഞ്ഞൾ വിപണിയുടെ താളം തെറ്റിക്കുന്നു. വാങ്ങൽ താൽപര്യം കുറഞ്ഞതോടെ പ്രമുഖ വിപണികളിൽ മഞ്ഞൾ വിൽപ്പന സമ്മർദ്ദത്തിലാണ്. പ്രതികൂല കാലാവസ്ഥ വിലയെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ഏലക്ക ലേല കേന്ദ്രങ്ങളിൽ സുഗന്ധറാണിക്ക് ആവശ്യം ശക്തമായി. ഇന്ന് നടന്ന ലേലത്തിൽ 1,11,412 കിലോ ചരക്ക് ലേലം കൊണ്ടു. മികച്ച ഇനങ്ങൾക്ക് കിലോ 951 രൂപയിലാണ്. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില 10,000-ലേക്ക് ഉയർന്നത് കൊപ്ര ഉൽപ്പാദകരിലും നാളികേര കർഷകരിലും പ്രതീക്ഷ ജനിപ്പിച്ചു. തമിഴ്നാട്ടിൽ മഴ തുടരുന്നതിനാൽ വിപണിയിൽ കൊപ്രയുടെ ലഭ്യത കുറഞ്ഞു. റബ്ബറിന് വ്യാവസായികളുടെ ഭാഗത്തുനിന്ന് പുതിയ അന്വേഷണങ്ങളില്ല.
റബ്ബർ അവധി വ്യാപാരത്തിലെ തളർച്ചയും ഷീറ്റ് സംഭരണത്തിൽ നിന്ന് വാങ്ങലുകാരെ പിന്തിരിപ്പിച്ചു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.7 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.5, 25.7. കൊച്ചി 31, 23.8. ആലപ്പുഴ 31.1, 24.7. പുനലൂർ 31.5, 23.2. തിരുവനന്തപുരം കൂടിയ താപനില 29.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.7 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം.